ഗുഡ് മോർണിംഗ്. പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 21 ശനി, മീനം 7. ശനിയാഴ്ചയാണെങ്കിൽ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണല്ലേ അമൃത? തീർച്ചയായും നിരവധി സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഒരു നിര സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ നിൽക്കുന്നു. ഒപ്പം പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വിധി കൂടി വരുന്ന ദിവസമാണ്. വന്ദന കൊലക്കേസിലെ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ഒപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റ്സ്, ട്രംപിന്റെ പ്രതികരണങ്ങളൊക്കെ നിർണായകമായ ചില പ്രതികരണങ്ങളാണ്. ആ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ നമ്മൾ പോകും. ആദ്യം തലക്കെട്ട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്ന് തന്നെ ആരംഭിക്കാം അല്ലേ? പത്രികാ സമർപ്പണത്തിന് ഇനി 2 നാൾ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രം. KN ബാലഗോപാലും PK കുഞ്ഞാലിക്കുട്ടിയും K സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് പത്രിക നൽകും. അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന CPIM മുൻ നേതാവ് G സുധാകരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ശേഷം തീരദേശ റോഡ് ഷോയും നടത്തും. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജേബിയും, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയും, ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയുമുണ്ട്. ആദ്യം ജിബിൻ ജേബിയിലേക്കാണ് പോകുന്നത്. ജിബിൻ, അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു തീരുമാനമായി. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം പ്രതികരണമെന്നാണ് സുധീറും പറയുന്നത്. ഇന്ന് ആരൊക്കെയാണ് തിരുവനന്തപുരത്ത് പ്രധാനമായും പത്രിക നൽകുന്നത്? തെക്കൻ കേരളത്തിൽ പ്രധാനമായും പത്രിക നൽകുന്ന നേതാക്കൾ. ഗുഡ് മോർണിംഗ് ഗോകുലേറ്റ് അമൃത. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്, കാരണം UDFന്റെ സ്ഥാനാർത്ഥി പൂർത്തിയായ ശേഷം LDF ഏറ്റവും അധികം പഴികേട്ടത് തിരുവനന്തപുരം സെൻട്രലിൽ അവർക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കാരണം ഈ ജനാധിപത്യ കേരള കോൺഗ്രസ്, അതായത് നിലവിലെ MLA ആയിരുന്ന ആന്റണി രാജുവിന് മത്സരിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് ഈ ഒരു പ്രതിസന്ധി മണ്ഡലത്തിലുണ്ടായത്. പക്ഷേ ആ സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന തരത്തിലാണ് ആദ്യ അഭ്യൂഹങ്ങൾ പുറത്തു വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് സുധീർ കരമനെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. തീർച്ചയായും അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ പട്ടിക വൈകിയപ്പോൾ LDF അല്ലെങ്കിൽ CPM സൈബർ ഇടങ്ങളിലെല്ലാം ചോദ്യം ഇതായിരുന്നു: എവിടെ പട്ടിക കാത്തിരുന്ന് കണ്ണു കഴിച്ചു. സിനിമ ഡയലോഗുകളൊക്കെ വെച്ചായിരുന്നു പരിഹാസം. അത് ഇന്നലെ VD സതീശൻ തന്നെ തിരിച്ചടിക്കുന്നത് കണ്ടതാണ്. തിരുവനന്തപുരം സെൻട്രലിന്റെ കാര്യത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് ആന്റണി രാജുവിന് ഒരു പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ആവാത്ത ഒരുപാട് സമയം കൊടുത്തു മുന്നണിയെ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ. പക്ഷേ ആന്റണി രാജുവിന് പകരം ആര് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിന്റെ പേരിൽ തന്നെ CPM-നിടയിൽ അഥവാ ജനാധിപത്യ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ CPM ആ സീറ്റ് ഏറ്റെടുക്കട്ടെ എന്നൊക്കെയുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം CPM പ്രവർത്തകർക്കിടയിൽ ഇടപെടലിൽ ഒരു പൊതുസ്വതന്ത്രനായി സുധീർ കരമന അങ്ങോട്ടേക്ക് വരികയാണ്. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ആൻമരിയ സണ്ണിയുണ്ട്. ആൻ, ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എൽദോസ് കുന്നപ്പള്ളി അനുനയപ്പെട്ടു, അല്ലെങ്കിൽ അനുനയത്തിന് വഴങ്ങി എന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ്. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ. അതാണ് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് ആരൊക്കെയാണ് പത്രിക നൽകുന്നത്? എറണാകുളത്ത്, ഒപ്പം മധ്യ കേരളത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ. അതുപോലെ തന്നെ എറണാകുളത്തെ മുഴുവനായിട്ട് നോക്കുകയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പെരുമ്പാവൂരും കൊച്ചിയും ഒക്കെ ആയിരുന്നു. അതിൽ കൊച്ചി ഇന്നലെ തന്നെ അതിനകത്തൊരു പ്രശ്ന പരിഹാരം ഉണ്ടായിരുന്നു. ഒരു ചെറിയ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ പോലും പൂർണ്ണമായിട്ടും പ്രചരണത്തിന് ഇറങ്ങുന്ന കാഴ്ചയാണ് അത് ഇ.പി. മേരി വർഗീസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടത്. മറ്റൊന്ന് എൽദോസ് കുന്നപ്പള്ളിയിലേക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ അദ്ദേഹം എവിടെയാണ് എന്നോ എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്നോ ഉള്ള കാര്യത്തിലൊന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതും അദ്ദേഹം 24-നോട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നതും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഭാഗത്തു നിന്നുമൊക്കെ വന്നിരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടില്ല, പാർട്ടിയാണ് തനിക്കെല്ലാം, പാർട്ടിയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ യാതൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ പറയുന്നതിനിടയിലും അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് അർഹതപ്പെട്ട സീറ്റാണ്, അത് നൽകാത്തതിൽ വിഷമമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. അതോടൊപ്പം
അതോടൊപ്പം തന്നെ ചെന്നിത്തല പോലെയുള്ള ആളുകളെല്ലാം ഇതിനകത്ത് തനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നു എന്നും പറയുന്നു. AK ആന്റണി പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ വാക്കുകളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനകത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, അതായത് പ്രചരണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിലും എന്തായാലും തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്ത നിലപാട് എന്താണ്, ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് പൂർണ്ണമായിട്ട് നമുക്കൊരു വ്യക്തത വരും. കാരണം ഇന്ന് 10 മണിക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈകുന്നേരത്തോടു കൂടി പെരുമ്പാവൂരിലേക്ക് എത്തുകയും പ്രചരണം, റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ ദിവസമാണ് UDFന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്നത്. അപ്പോൾ അതിനുശേഷം പ്രഖ്യാപിച്ച ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ ദീപക് ജോയ്, മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മുഹമ്മദ് ഷിയാസിന്റെ റോഡ് ഷോ ഇന്ന് വൈകുന്നേരമാണ് നടക്കുന്നത്. ഈ റോഡ് ഷോയിൽ ദീപ്തി മേരി വർഗീസ് പങ്കെടുക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നിലവിൽ എന്തായാലും നമുക്ക് ലഭിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി, തൃപ്പൂണിത്തറയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദീപക് ജോയുടെ റോഡ് ഷോ എല്ലാം ഇന്നലെ അവസാനിച്ചതാണ്. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മധ്യകേരളത്തിലെ പൊതുവായിട്ട് നോക്കുകയാണ് എങ്കിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ നിൽക്കുന്നത് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കൊച്ചി, എറണാകുളം, പെരുമ്പാവൂർ മണ്ഡലങ്ങളെ ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും ചില പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു തലവേദനയായിട്ട് നിലനിന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതിനെന്തായാലും ഏകദേശം ഒരു അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൂഗിൾ അൻമരിയ സണ്ടിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറ്റവും പ്രധാനം അമ്പലപ്പുഴയിൽ G സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എപ്പോഴായിരിക്കും പത്രികാ സമർപ്പണം? അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് അങ്ങനെ ഒരു പ്രചാരണത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ റോഡ് ഷോ ഒക്കെ നടക്കാനിരിക്കുന്നു അല്ലേ? അമൃത, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുന്നു എന്നുള്ള വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് പ്രചരണമില്ല, ഇലക്ഷൻ കമ്മിറ്റി ഇല്ല, റോഡ് ഷോ ഇല്ല, ചുവരെഴുത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. എന്തായാലും അതിനുശേഷം നടത്തിയ പല വാർത്താ സമ്മേളനങ്ങളിലും പ്രതികരണങ്ങളിലുമെല്ലാം എടുത്തു ചോദിച്ചത് ആരുടെയെങ്കിലും പിന്തുണ തേടുമോ എന്നുള്ള കാര്യമായിരുന്നു. തന്നെ ആർക്കു വേണമെങ്കിലും പിന്തുണയ്ക്കാം, ഞാൻ ആരുടെയും പിന്തുണ തേടി അവിടേക്ക് പോകില്ല എന്ന് സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിലും UDF പിന്തുണ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു G സുധാകരൻ. പക്ഷേ ഇന്നലെ രാത്രി വൈകി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിൽ, അത് നാമനിർദ്ദേശ പത്രിക അറിയിക്കുമെന്ന് അറിയിക്കാനുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിന്റെ ഏറ്റവും അവസാനം ബ്രാക്കറ്റിൽ UDF പിന്തുണയോടെയുള്ള സ്വതന്ത്ര ജനകീയ സ്ഥാനാർത്ഥി എന്നുകൂടി കൂട്ടിച്ചേർത്താണ് UDFന്റെ പിന്തുണയുണ്ട്, താൻ അത് സ്വീകരിച്ചു എന്നുള്ള വിവരം ഔദ്യോഗികമായി G സുധാകരൻ പുറത്തേക്ക് പറയുന്നത്. എന്തായാലും UDFന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന G സുധാകരൻ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് 12:30ക്കും 1:30ക്കും ഇടയിലുള്ള സമയത്ത് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. UDF പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയായിരിക്കും പത്രിക നൽകുക. പത്രിക നൽകിയതിനു ശേഷം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി തീരദേശ റോഡ് ഷോ കൂടി UDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു രാഷ്ട്രീയ കൗതുകവും ആകാംക്ഷയും അവിടുത്തെ പ്രകടനം എങ്ങനെയാകും എന്നതാണ്. കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാകുമോ? G സുധാകരന്റെ ആ പത്രികാ സമർപ്പണത്തിനുള്ള പ്രകടനത്തിൽ ഉണ്ടാകുമെന്നതാണ്. അതിൽ കുടികളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു കൗതുകമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജിബിൻ JB തുടരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തിലും പത്രിക നൽകുന്ന നേതാക്കളുടെ ആ ഒരു നീണ്ട നിര, അതൊന്ന് പറയുമോ? ഗുഡ് മോർണിംഗ് ഗോകുൽ. കാരണം തിരുവനന്തപുരത്ത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. UDFന്റെ കൂടി സ്ഥാനാർത്ഥി പട്ടിക, 2ാം ഘട്ട പട്ടിക പുറത്തു വന്നതോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രചാരണവും അത് ചൂടേറിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് ഇന്ന് UDFന്റെയും LDFന്റെയും അതുപോലെ NDAയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുന്നത്. പ്രത്യേകിച്ച് LDFന്റെ ഭാഗത്തുനിന്ന് മന്ത്രി V ശിവൻകുട്ടി, UDFന്റെ ഭാഗത്തുനിന്ന് K മുരളീധരൻ, അതുപോലെ NDAയുടെ ഭാഗത്ത് നിന്ന് R ശ്രീലേഖ, DK മുരളി തുടങ്ങി പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. എല്ലാവരും റോഡ് ഷോ എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്നിലെ സിവിൽ സ്റ്റേഷനിലെ ഭരണാധികാരിക്ക് മുന്നിൽ, മ്യൂസിയത്തിന് സമീപം വികാസ് ഭവൻ, അങ്ങനെ പലയിടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും സൂക്ഷ്മ പരിശോധനയൊക്കെ നടക്കുന്നത്. മറ്റൊരു കാര്യം ഇന്ന് തിരുവനന്തപുരത്ത് എടുത്തു പറയേണ്ടത്, കാരണം ഈ സ്ഥാനാർത്ഥി നിർണ്ണയം, പ്രത്യേകിച്ച് UDFന്റെ 2ാം പട്ടിക കൂടി പുറത്തു വന്നതിന് ശേഷം ഏറ്റവും അധികം ചർച്ചയായത് തിരുവനന്തപുരത്ത് LDFന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന്. കാരണം ഈ ആന്റണി രാജു, നിലവിലെ MLAക്ക്
കേസ് കാരണം തുണ്ടി മുതൽ കേസ് കാരണം മത്സരിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട അവസ്ഥ വന്നത്. പക്ഷേ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നു. തുടർന്നാണ് ഈ സീറ്റ് CPM തന്നെ ഏറ്റെടുക്കുന്ന ഒരു തരത്തിലേക്ക് ചർച്ചകൾ കടന്നത്. അതിനിടെയാണ് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സിനിമാ നടൻ കൂടിയായ കരമന സുധീർ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അദ്ദേഹത്തെ നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തോട് ഈ സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി അറിയിച്ചിരുന്നു, അദ്ദേഹത്തെ പരിഗണിക്കുന്നതായി അറിയിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായി തന്നെ ഒരു അറിയിപ്പും തന്നെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തു എന്ന അറിയിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് കരമന സുധീർ പറഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട LDF സ്ഥാനാർത്ഥി കരമന സുധീർ ആണ് എന്നുള്ള തരത്തിലൊരു പ്രഖ്യാപനം വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കരമന സുധീറും ഇന്നു മുതൽ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് വിലയിരുത്തലുണ്ടാകുന്നത്. ഗോകുൽ, എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനിയിപ്പോൾ ബാക്കിയുള്ളൂ. കൊണ്ടുപിടിച്ച പ്രചാരണ തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികളെല്ലാം തന്നെ. ഇന്നപ്പോൾ പത്രികാ സമർപ്പണം കൂടി കഴിയുമ്പോഴേക്കും പ്രകടനമായി അങ്ങനെ പ്രത്യക്ഷമായ വലിയ മണ്ഡല ഇളക്കിയുള്ള പ്രചരണങ്ങളിലേക്ക് അതിനുള്ള ക്യാമ്പയിനുകളിലേക്കൊക്കെ ജാഥകളിലേക്കുമൊക്കെ കടക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഇപ്പോഴും ഈ പത്രികാ സമർപ്പണത്തിന് തിരക്കിലേക്ക് പോകുമ്പോഴും സ്ഥാനാർത്ഥിയാവാത്ത ചില മണ്ഡലങ്ങളുള്ള മലപ്പുറത്താണ്. അത് LDFനാണ്. ഇപ്പോൾ LDFന് നേരെയാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. മുസ്ലിം ലീഗ് മങ്കട നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകും. മഞ്ഞളാംകുഴി അലിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതോടെയാണ് കുന്നത്ത് മുഹമ്മദിനെ മുസ്ലിം ലീഗ് പുറത്താക്കിയത്. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച MP അലവിയെ മാറ്റി കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കാനുള്ള ആലോചനയിലാണ് CPIM. കുന്നത്ത് മുഹമ്മദുമായി CPIM നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. ഗൂഗിൾ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗൂഗിൾ, ഇതിപ്പോൾ ആകെ കൂടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥ കൂടിയാണല്ലേ? അമൃത, ഗൂഗിൾ ഈ MP അലവിയുടെ സ്ഥാനാർത്ഥിത്വം നേരത്തെ LDF പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഇതുവരെ പ്രത്യക്ഷ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടിരുന്നില്ല. നേരത്തെ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ LDFന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. മഞ്ഞളാംകുഴി അലിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തുടർച്ചയായി അദ്ദേഹത്തിന് MLA സ്ഥാനവും പിന്നീട് ഒരിക്കൽ മന്ത്രിസ്ഥാനം ഒക്കെ നൽകിയിരുന്നു. എന്തിനാണ് ഇത്തരത്തിൽ വന്നു കയറിയ ഒരാൾക്ക് ഇത്തരത്തിൽ സ്ഥാനം നൽകുന്നു എന്നതിനെ ചൊല്ലിയുള്ള കാര്യങ്ങൾ, വിമർശനങ്ങളൊക്കെ മുസ്ലിം ലീഗിനകത്ത് ഈ മങ്കട മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുന്നത്ത് മുഹമ്മദ് ഉയർത്തിയിരുന്നു. അതിനെ ചൊല്ലിയാണ് പിന്നീട് വലിയ കലാപം ഉണ്ടാവുകയും കുന്നത്ത് മുഹമ്മദിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളെ ഈ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ നേരത്തെ തന്നെ CPM നേതൃത്വം തേടിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഈ കുന്നത്ത് മുഹമ്മദ് ഇന്ന് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കുന്നത്ത് മുഹമ്മദിനെ LDF പിന്തുണയ്ക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ ഈ പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ അണ്ടത്താവി ഉൾപ്പെടെയുള്ള ആളുകളെ LDF പാളയത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരുന്നു. ഒറ്റ കാര്യം കൂടി, ഈ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് V അബ്ദുറഹ്മാൻ മാറി അവിടെ സ്ഥാനാർത്ഥിയായോ? അപ്പം വള്ളിക്കുന്നിന്റെ കാര്യത്തിലും ഒരു ഫൈനൽ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് സംബന്ധിച്ച രണ്ട് മണ്ഡലങ്ങൾ സംബന്ധിച്ച കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. ആ തർക്കത്തെ വലിയ അമർഷം പ്രവർത്തകർക്കിടയിലുണ്ട്. കാരണം താനൂരിലൊക്കെ LDFന്റെ സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയതിനെതിരേക്ക് വലിയ അമർഷം ആ പ്രവർത്തകർക്കിടയിലുണ്ട്. വള്ളിക്കുന്ന് മണ്ഡലം സംബന്ധിച്ച കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് INL മത്സരിക്കുന്ന സീറ്റാണ്. INL രണ്ടായി മാറി INLും നാഷണൽ ലീഗുമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരോടും സമവായത്തിലെത്തിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി CPM നേതൃത്വം പറഞ്ഞിരുന്നു. പക്ഷെ അത്തരമൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യം വന്നതോടുകൂടി CPM ആ മണ്ഡലം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. CPM തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്നാണ് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇന്ന് വരുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ INLന്റെ ഭാഗത്തുനിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം തിങ്കളാഴ്ചയാവുന്നു. 2 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ വലിയ അമർഷം പ്രവർത്തകർക്കിടയിലുണ്ട്. എന്തായാലും ഇന്ന് 2 മണ്ഡലങ്ങളും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഗൂഗിൾ K വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. 3 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് ഇനിയും അവിടെ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് LDFന് എത്താൻ കഴിയാതെ പോകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും UDF ഒക്കെ ചോദ്യമായി പരിഹാസമായി ഉയർത്തുന്നത്. തീർച്ചയായും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്ന് നമ്മൾ നേരെ ഇറാനിലേക്ക് പോവുകയാണ്. അവിടെ ആക്രമണം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലക്ഷ്യങ്ങൾ ഏകദേശം പൂർത്തിയായതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ ഭരണകൂടവുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അതിന്റെ സുരക്ഷ ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. The strait itself is we're doing a good job, but it would be nice if the countries, including China,
if the countries that use it, China uses it 90% of their energy, Japan is 95% of the energy. It would be nice if those countries would get involved. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ഇന്ന് ട്രംപിന്റെ ഒരു ശ്രദ്ധേയമായ പ്രതികരണം വരുന്നുണ്ട്. അത് ഈ ഇട്ടേച്ചു പോവുകയാണോ ഈ യുദ്ധത്തിന്റെ പകുതിക്ക് വെച്ച്? അതല്ല, ഞങ്ങൾ അടിച്ചിട്ട് നിങ്ങൾ എണ്ണയും പെട്രോളൊന്നും കൊണ്ടുപോകണ്ട, നിങ്ങൾ കൂടി അതിനകത്തിലേക്ക് ഇൻവോൾവ് ചെയ്യൂ എന്നുള്ള ആഹ്വാനമാണോ? ഗുഡ് മോർണിംഗ് ഗോകുൽ, അമൃത. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ട് പ്രസ്താവന വന്നു. രണ്ടും രണ്ട് സമയങ്ങളിലായതുകൊണ്ട് രണ്ട് രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധം ഈ 3 ആഴ്ചയാണ് ഇപ്പോൾ പിന്നിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ ഈ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഈ ഇറാനെതിരെ യുദ്ധത്തിൽ അമേരിക്ക ചില ലക്ഷ്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതായത് ഇറാന്റെ മിസൈൽ ശേഷി തകർക്കുക, ആണവ പരീക്ഷണങ്ങൾ തടയുക, അതുപോലെ ഇസ്രായേൽ ഉൾപ്പെടെ അവിടെ പശ്ചിമേഷ്യയിലുള്ള സഖ്യകക്ഷികളുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുക, ഇവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങളെന്ന് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഈ എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലെടുക്കിന്റെ ചുമതല ഇനി ആ പാത ഉപയോഗിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം, അതായത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ പാതയുടെ ആവശ്യമൊന്നുമില്ല. അതിനാൽ അത് ഉപയോഗിക്കുന്ന ആ രാജ്യങ്ങൾ തന്നെ അതിന് വേണമെങ്കിൽ കാവൽ നിൽക്കണമെന്നാണ് ട്രംപ് ഇന്ന് വൈകിട്ട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പറഞ്ഞത്. മറ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്ക വേണ്ടി വന്നാൽ സഹായം നൽകാൻ തയ്യാറാണെന്നും പറഞ്ഞു. എന്നാൽ ഇറാന്റെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാകുന്നതോടെ അത്തരം ഒരു ആവശ്യം വേണ്ടി വരില്ല എന്ന ഒരു ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടവുമായിട്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് പറയുന്നു. ശത്രുപക്ഷത്തെ ഒരു പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു സീസ് ഫയറിന്റെ കാര്യം അത് അർത്ഥമില്ലാത്തൊരു കാര്യമാണെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഇറാന്റെ ഒരു പ്രതികരണം ഇന്ന് വന്നിരിക്കുന്നത് തുർക്കിക്കെതിരെയും അതുപോലെ ഒമാനെതിരെയും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണങ്ങളിൽ ഇറാന് യാതൊരു പങ്കുമില്ലെന്ന് അവരുടെ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനും അതുപോലെ നെയ്ബറിംഗ് കൺട്രീസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണിതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ഇറാനെ പ്രതിക്കൂട്ടിലാക്കി ഈ അയൽ രാജ്യങ്ങളെ അകറ്റാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ഈ അയൽ രാജ്യങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. കാര്യം സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത അദ്ദേഹം ഒരു മുന്നറിയിപ്പ് പോലെ നൽകുന്നുണ്ട്. അതേസമയം ഈ നമ്മൾ നേരത്തെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യം പറയുന്ന അതേ സമയത്ത് തന്നെ 5000-ഓളം സൈനികരെ കൂടെ മേഖലയിലേക്ക് വിന്യസിപ്പിക്കുവാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പസഫിക് മേഖലയിൽ നിന്നുള്ള സൈനികരെയാണ് അടിയന്തരമായി മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുന്നത്. ഇത് കൂടാതെ പടക്കപ്പലുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കപ്പലിൽ നിന്ന് കരസേനയെ സപ്പോർട്ട് ചെയ്യുന്ന കപ്പലുകളും ഒക്കെ ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടും ഇരിക്കുകയാണ്. ഗോകുൽ, അമൃത. മധു, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇറാനുമായി ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം ട്രംപ് അറിയിക്കുന്നുണ്ട്. ഇറാന്റെ നിലപാട് എന്താണ് വിഷയത്തിൽ? ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ഈ അവസാന മണിക്കൂറുകൾ വന്നിട്ടില്ല. പക്ഷെ നേരത്തെ മുതലേ അവർ അത്തരമുള്ള ചർച്ചകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അവരുടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ യുദ്ധം ഡൊണാൾഡ് ട്രംപിന് ഒരു US പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ പോകുന്നതിനുള്ള സമയപരിധിയുണ്ട്. ഒരുപക്ഷെ ആ സമയപരിധി അവസാനിക്കാനായിട്ട് ഇനി 4 ആഴ്ചകളേ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സൈനികരെയും US കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുണ്ടെങ്കിൽ അവരെ തിരികെ രാജ്യത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വം US പ്രസിഡന്റിന് ഭരണഘടനാ പ്രകാരം ഉണ്ട്. ഒരുപക്ഷെ അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. അമൃത. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ട്രംപിന്റെ വാക്കുകളിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ചർച്ചകൾക്ക് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇപ്പം സ്വയം ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പല യുദ്ധങ്ങളും പകുതിക്ക് ഇട്ടിട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ പലയിടത്തും സുരക്ഷ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പകുതിക്ക് ഇട്ടിട്ട് പോകുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അത് തന്നെയാണോ ഇനി ഇറാനിലും കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് കണ്ടറിയണം. പക്ഷേ അവസാനിക്കട്ടെ, എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ അതേസമയം സൗദിക്ക് നേരെ ഇറാന്റെ വൻ ഡ്രോണാക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വാർത്തകൾ കൂടി ഈ സമയത്ത് ലഭ്യമാകുന്നുണ്ട്. കിഴക്കൻ മേഖല ലക്ഷ്യമിട്ടെത്തിയ 59 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ ചേരുന്നത്. ജലീൽ, ഗുഡ് മോർണിംഗ്. ഒരു പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് പുലരുമ്പോഴും അവിടെ ആക്രമണ ശ്രമങ്ങളുടെ വാർത്തയാണ് വരുന്നത്. സുരക്ഷിതമായി ഈ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു അല്ലേ? ഗോകുൽ, അമൃത, ഗുഡ് മോർണിംഗ്. സൗദിക്ക് നേരെയുള്ള ആക്രമണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങളും എണ്ണ പ്ലാന്റുകളും ഒക്കെ ലക്ഷ്യമിട്ട്
നിരവധി ഡ്രോണുകളും മിസൈലുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 99% പ്രതിരോധ സേന തകർക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിൽ വലിയൊരു ഡ്രോൺ ആക്രമണ നീക്കമാണ് കഴിഞ്ഞ രാത്രിയിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയ വക്താവ് നൽകുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ രാത്രി 59 ഡ്രോണുകളാണ് സൗദി പ്രതിരോധ സേന വെടിവെച്ച് ഇട്ടത്. ശ്രദ്ധേയമായ കാര്യം, ആക്രമണത്തിനെത്തിയ ഡ്രോണുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ്. തുടക്കത്തിൽ 1-2 ഡ്രോണുകൾ മാത്രമാണ് ഇന്നലെ രാത്രി കണ്ടതെങ്കിൽ ഏറ്റവും ഒടുവിൽ 10-12 ഡ്രോണുകൾ ഒരേ സമയം അയച്ചുകൊണ്ടുള്ള വലിയൊരു നീക്കമാണ് നടന്നത്. എന്നാൽ ഈ ഡ്രോണുകളെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾക്കും ഭീഷണിയാവുന്ന രീതിയിലാണ് ഈ ഡ്രോണുകൾ എത്തിയത്. നിലവിൽ മേഖലയിൽ സുരക്ഷാ പരിശോധനകളും നിരീക്ഷണങ്ങളും ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ പ്രതിരോധ മന്ത്രാലയം സജ്ജമാണ് എന്ന സന്ദേശമാണ് അധികൃതർ നൽകുന്നത്. അതേസമയം സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്ന് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. മേഖലയിൽ തുടർന്ന സംഘർഷങ്ങൾക്കിടയിൽ ഒരു ഇന്ത്യൻ പൗരന് ജീവൻ നഷ്ടമായി എന്നത് ഇന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു. സൗദിക്ക് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഇതാദ്യമായാണ് സൗദിയുടെ മണ്ണിൽ ഇത്തരം ഒരു ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ മാർച്ച് 18-നായിരുന്നു റിയാദിനെ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം ഉണ്ടായതും ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതും. ചെറിയ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടയിൽ ഇറാനിൽ ഇതുവരെ 1446 പേർ ഈ പ്രത്യാക്രമണത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അതിൽ 204 കുട്ടികളാണ് എന്ന് അതിലേറെ സങ്കടകരമായ വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായാലും സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിലും അല്ലെങ്കിൽ ഇപ്പോഴും ആക്രമണങ്ങൾ അങ്ങനെ തുടരുകയാണ്. തുർക്കിക്കെതിരെയും ഒമാനെതിരെയും നടന്ന ആക്രമണങ്ങളിൽ ഇറാന് പങ്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനൈ. ഇറാനും അയൽ രാജ്യങ്ങൾക്കുമിടയിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മറ്റു രാജ്യങ്ങളിലും ഇസ്രയേൽ ഇത്തരം ആക്രമണങ്ങൾ നടത്താനിടയുണ്ടെന്നും മുസ്തഫ ഖമനിയുടെ പ്രസ്താവന. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശിക്ഷാവിധിയാണ്. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിലെ ശിക്ഷാവിധി ഇന്നാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജിബിൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വിധിക്ക് വേണ്ടി തന്നെയാണ്. 2 ദിവസം മുമ്പ് വാദപ്രതിവാദങ്ങളൊക്കെ പൂർത്തിയായല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് അമൃത ആൻഡ് ഗോകുൽ. കേരളം കാത്തിരിക്കുന്ന ഒരു ശിക്ഷാവിധിയാണ് ഇന്ന് വരാൻ പോകുന്നത്. കാരണം 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹൗസ് സർജൻ കൂടിയായിട്ടുള്ള വന്ദനാദാസ് കൊലപ്പെടുന്നത്. സന്ദീപ് എന്ന് പറയുന്ന ഒരാളാണ്. അതായത് ഈ സന്ദീപിനെ വീടിന് സമീപത്ത് വെച്ച് ഒരു കൂട്ടം ആൾക്കാർ മർദ്ദിക്കുന്നു എന്ന് സന്ദീപ് തന്നെ പോലീസ് അറിയിക്കുന്നു. പിന്നീട് തുടർന്ന് പോലീസ് വീട്ടിലേക്ക് എത്തുകയും സന്ദീപിനെ കസ്റ്റഡി എടുക്കുകയും സന്ദീപിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ സന്ദീപിനെ ശുശ്രൂഷിക്കുന്നതിനിടെയാണ് സന്ദീപ് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് ഡോക്ടർ വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കോടതിയിലും ഇവർ വാദിക്കുന്നത്. അതായത് ഒരു വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടി വൈദ്യസഹായം നൽകിക്കൊണ്ടിരുന്ന ഒരു യുവ ഡോക്ടറിനെയാണ് ഈ പ്രതി യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ഇത്തരത്തിൽ അതിദാരുണമായി കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രതിഭാഗം പറയുന്നത് നേരത്തെ തന്നെ മറ്റൊരു ക്രിമിനൽ കേസിൽ പെട്ടയാളല്ല, അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമില്ല, പെട്ടെന്നുണ്ടായ ഒരു മാനസിക വിഭ്രാന്തി കാരണമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിഭാഗം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ വാദപ്രതിവാദത്തിനിടെ പ്രതി കോടതിയോട് ചോദിച്ചതും തനിക്ക് എന്തെങ്കിലും പശ്ചാത്താപം അല്ലെങ്കിൽ പ്രായച്ചിത്തം ചെയ്യാൻ ഇനിയെങ്കിലും വഴിയുണ്ടോ എന്ന് കോടതിയോട് ചോദിക്കുകയുണ്ടായി. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമല്ല, പെട്ടെന്നുണ്ടായ ഒരു മാനസിക വിഭ്രാന്തി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയിൽ ഇളവ് ലഭിക്കണം, പ്രായമായ ഒരു അമ്മ ഉണ്ട് എന്നാണ് പ്രതി വാദിച്ചത്. പക്ഷേ കോടതിയുടെ നിരീക്ഷണവും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വാദവും എന്ന് പറയുന്നത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. കാരണം ഒരു ആശുപത്രിയിൽ വൈദ്യസഹായത്തിന് വേണ്ടി എത്തിയ ഒരാളെ അതിൽ വൈദ്യസഹായം നൽകുന്നതിനിടെയാണ് പ്രതി യാതൊരുവിധ പ്രകോപനമില്ലാതെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത്. എന്തായാലും കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന ശിക്ഷാവിധി ഇന്ന് രാവിലെയോടുകൂടി തന്നെ 10 മണിക്ക് തന്നെ കേസെടുക്കും. കേസെടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഗോകുലാൻഡ് അമൃത. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ശിക്ഷാ സംബന്ധിച്ചുള്ള വാദത്തിനിടയിൽ ഈ പ്രതി സന്ദീപ് പറയുന്നുണ്ട്, എനിക്ക് അമ്മയുണ്ട്, സന്ദീപിന്റെ അമ്മയും കോടതിയിലുണ്ടായിരുന്നു. അതേസമയം ഇപ്പുറത്ത് വന്ദനയുടെ അമ്മ തലതല്ലി കരയുന്ന കാഴ്ച കൂടി, അത്ര വൈകാരികമായ ദൃശ്യങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതിയിൽ കണ്ടതാണ്. ഏതായാലും ആ ശിക്ഷ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. എന്താകുമെന്നത് ഇന്ന് തന്നെ അറിയാം. കോഴിക്കോട് പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലയിലെ 15,000 പക്ഷികളെ ഇന്ന് കൊന്നൊടുക്കും. പനങ്ങാട്, ഒളവണ്ണ, കക്കോടി, പെരുമണ്ണ പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷനിലെ നല്ലളത്തുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്.
ഏവിയൻ ഇൻഫ്ലുവൻസ H5N1 വകഭേദമാണ് സ്ഥിരീകരിച്ചത്. 20-അംഗ ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടികൾ രാവിലെ തുടങ്ങും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അനീഷ് ദേവസി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കൂടുതൽ ഹോട്ടലുകളൊക്കെ തുറക്കുന്ന ഒരു സമയത്തേക്ക് പോവുകയാണ്. ഈ എങ്ങനെ ഏത് തരത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ മാംസം ഉപയോഗിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ വന്നിട്ടുണ്ടോ? മുൻകരുതലുകൾ നിർദ്ദേശം എങ്ങനെയാണ്? ഗോകുൽ, അമൃത, ഗുഡ് മോർണിംഗ്. ഏതായാലും അതീവ ജാഗ്രതയിലാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ 5 പ്രദേശങ്ങളിലാണ് നിലവിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഒളവണ്ണ, പെരുവണ്ണ, കക്കോടി, പനങ്ങാട് പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷനിലെ നല്ലളത്തുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ഒരു വൈറസ് ബാധ സ്ഥിരീകരിച്ച ഉടനെ തന്നെ ഇവിടുത്തെ സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചിരുന്നു. അവിടുന്ന് വരുന്ന പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന 1 പരിസരത്ത് നിന്ന് 1 കിലോമീറ്റർ പരിസരത്തുള്ള ഏകദേശം 15,000-ഓളം വളർത്തുമൃഗങ്ങളെ ഇന്ന് കൊന്നൊടുക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് 20-അംഗ ദ്രുതകർമ്മ സേനയെ നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിലെ കോഴി, താറാവ്, മുട്ട, അതുപോലെ വളം എന്നിവ വിൽപ്പന ഇവിടെ പരിപാടികൾക്ക് ജില്ലാ ഭരണകൂടം കർശനമായ ഒരു നിയന്ത്രണവും നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്ന ഏതായാലും നിലവിൽ ഈ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും ഈ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വൈറസ് ബാധ ഏതെങ്കിലും പ്രദേശങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അധികാരികളെ അറിയിക്കണമെന്നും ജനങ്ങൾ അതോടൊപ്പം തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഗോകുൽ ആൻഡ് അമൃത. ശരി, കൂടുതൽ വാർത്തകളിലേക്ക് കടക്കാം. തിരുവനന്തപുരം ഉള്ളൂരിൽ ദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രഘുനാഥൻ, ഭാര്യ പുഷ്പ എന്നിവരാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ജിബിൻ JB നൽകും വിവരങ്ങൾ. ജിബിൻ, ഇന്നലെ രാത്രിയാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ആരുടെ ശ്രദ്ധയിലാണ് ഈ സംഭവം ആദ്യം വരുന്നത്? എന്താണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം? ഗുഡ് മോർണിംഗ് ഗോകുൽ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയാണ് ദമ്പതികളെ ഉള്ളൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം പുറത്തു വരുന്നത്. ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ രാത്രിയോട് കൂടിയാണ് ഇവർ രണ്ടുപേരും, അതായത് രഘുനാഥൻ, ഭാര്യ പുഷ്പ, ഇവർ രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉള്ളൂർ ഭാഗത്ത് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പുഷ്പ വീടിൻ്റെ അകത്തൊരു മുറിയിൽ തറയിൽ മരിച്ച നിലയിലും, അതുപോലെ രഘുനാഥൻ നായരെ അതേ മുറിയിൽ തന്നെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഈ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ മറ്റ് പ്രാഥമിക നടപടിയിലേക്ക് മാത്രമേ പോലീസ് കടന്നിട്ടുള്ളൂ. അർദ്ധരാത്രിയോട് കൂടി തന്നെ ഈ മൃതദേഹം കണ്ടെത്തിയതുകൊണ്ട് കൂടുതൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ രാവിലെ മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരത്തോടു കൂടിയാണ് വീട്ടിനുള്ളിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള കാര്യം അഭ്യൂഹം പുറത്തു വരുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസിനെ സമീപവാസികൾ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട്ടിൻ്റെ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് ദുർഗന്ധം വമിക്കുന്ന നിലയിൽ ഈ 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. പുഷ്പയുടെ മൃതദേഹം വീടിൻ്റെ ഉള്ളിലെ മുറിയിൽ തന്നെ തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു. സമീപത്ത് തന്നെ ആ മുറിയിൽ തന്നെ ഒരു ഫാനിലായിരുന്നു രഘുനാഥൻ നായരുടെ മൃതദേഹം തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമൊന്നും പോലീസിന് നിലവിൽ വ്യക്തതയില്ല. സാമ്പത്തിക പ്രശ്നം അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിൽ വ്യക്തതയില്ല. എന്തായാലും ഈ പുഷ്പയെ കൊലപ്പെടുത്തിയ ശേഷം രഘുനാഥൻ നായർ തൂങ്ങി മരിച്ചതാകാമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ രണ്ടുപേരുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തറിയാൻ സാധിക്കുകയുള്ളൂ. ഗോകുൽ. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ കടക്കാം. പെരുമ്പാവൂരിൽ തനിക്ക് അർഹതപ്പെട്ട സീറ്റാണ് നിഷേധിക്കപ്പെട്ടതെന്ന് എൽദോസ് കുന്നപ്പിള്ളിൽ 24-നോട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും എൽദോസ് കുന്നപ്പിള്ളിൽ പറഞ്ഞു. AK ആന്റണിയുടെ വിളിയാണ് നിർണായകമായത്. VD സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയുമാണ് തനിക്കായി വാദിച്ചതെന്നും എൽദോസ് കുന്നപ്പിള്ളിൽ 24-നോട് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. എൽദോസ് കുന്നപ്പള്ളിയാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. സാർ, ഈ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് സാർ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ മുന്നണി വിട്ട് തന്നെ പോകുന്നു, സ്വതന്ത്രനായി മത്സരിക്കുന്നു, അങ്ങനെ പല അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിൽ സത്യം? മുന്നണിയിൽ തന്നെ തുടരുമോ? ഇതൊന്നും എൻ്റെ നാവിൽ നിന്ന് വീണതല്ല. പാർട്ടി രൂപീകരിക്കുമെന്നോ മുന്നണി വിട്ടു പോകുമെന്നോ സ്വതന്ത്രനായി മത്സരിക്കുമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി പെരുമ്പാവൂരിലെ ജനപ്രതിനിധിയാണ് ഞാൻ പോകാത്ത വീടുകളില്ല, ഞാൻ കാണാത്ത ആളുകളില്ല. ഞാൻ 24 മണിക്കൂറും അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച ഒരു എളിയ സേവകനാണ്. ഈ തവണ എനിക്ക് ഈസിയായി ജയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. 15,000-ൽ വോട്ട് ജയിക്കും, വൻ ലീഡ്. അതിൽ കൂടുതൽ അങ്ങനെ ആളുകൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് എനിക്ക് സീറ്റില്ല എന്ന വാർത്ത പുറത്തു വരികയും
അവിടുത്തെ ആളുകൾ പ്രതികരിച്ചു, അതിനെതിരെ പ്രകടനങ്ങൾ നടന്നു. അവസാന നിമിഷം വരെയും ഞങ്ങൾ പൊരുതി. പക്ഷേ ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് അവിടെ സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എനിക്കൊരു വേദനയുണ്ട്. എൻ്റെ നേതാക്കന്മാർ, നേതൃത്വം എന്നോട് പറഞ്ഞിരുന്നു, പെരുമ്പാവൂർ താൻ തന്നെയാണ് സ്ഥാനാർത്ഥി, അതിനനുസൃതമായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. പക്ഷേ എന്നോട് നേരത്തെ പറയുകയാണ് ഇത്തവണ ഒന്ന് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിശ്വസ്ത വിധേയനായി ഒരു നല്ല കുഞ്ഞാടിനെ പോലെ പാർട്ടിയെ അനുസരിച്ച് ഞാൻ പത്രക്കാരുടെ മുൻപിൽ ഇത്തവണ മാറിയെന്നതിന് കേരള രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന, എല്ലാവർക്കും സ്വീകാര്യനായ, ആദർശധീരനായ വ്യക്തിയാണല്ലോ ശ്രീ എ കെ ആന്റണി സാർ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? 20 MLA-മാരിൽ 20 പേർ, 20 കോൺഗ്രസിൻ്റെ മക്കളാണ്. 20 മക്കളാണ്. 20 പേർക്ക് ഒരേ പരിഗണന കിട്ടണ്ടേ? സമാനമായ കേസുകളുള്ളവർ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെയും അതുപോലെ പരിഗണിക്കുമെന്നാണ് എ കെ ആന്റണി സാർ പറഞ്ഞത്. KPCC പ്രസിഡന്റ് അദ്ദേഹം എൻ്റെ കൂടെ തന്നെ നിന്നു. അപ്പോൾ എല്ലാ നേതാക്കന്മാരുടെ സ്നേഹം എന്നോടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അവരുടെ കൈകളിൽ നിന്ന് അത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരികയും 20 MLA-മാർക്ക് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 19 പേർക്ക് സീറ്റ് കൊടുത്ത് എൻ്റെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് എനിക്കുണ്ടായിട്ടുള്ള ഒരു മനോവേദന അത് ചെറിയൊരു കാര്യമല്ല. പക്ഷേ ആ താളുകൾ ഞാൻ മറിച്ചു. ഞാൻ പുതിയ സ്ഥാനാർത്ഥി വന്നു. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിൻ്റെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അർഹതപ്പെട്ട സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുമ്പോഴും പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ഇനിയും പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും പറയുന്നത്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം. അങ്ങനെ പെരുമ്പാവൂരിലെ കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പ് കുറയാം, സ്വതന്ത്രനായി ഒന്നും ഇറങ്ങില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മനോജ് മൂത്തേട്ടനൊപ്പം ഉണ്ടാകുമെന്നതാണ് പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരെയും സംതൃപ്തരാക്കി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ്. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും 14 സീറ്റിലും വൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസ് 24നോട് പറഞ്ഞു. കൊച്ചി മണ്ഡലിലെ UDFന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അതിനൊപ്പം എറണാകുളത്തെ DCCയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസാണ് 24നോടൊപ്പം ചേരുന്നത്. വലിയ ഒരു കോട്ട തന്നെയാണ് എറണാകുളം എന്ന് പറയുന്നത്, എറണാകുളം ജില്ല എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം. ആ കോട്ടയിലുള്ള ഒരു വലിയ വിള്ളൽ തന്നെയാണ് കൊച്ചി എന്ന് പറഞ്ഞാൽ. ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ദൗത്യം. തീർച്ചയായിട്ടും എറണാകുളം ജില്ല കോൺഗ്രസിൻ്റെ ഒരു ഈറ്റില്ലമാണ്. ഇതൊരു പൊന്നാപുരം കോട്ടയാണല്ലോ. നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല എന്ന് പറയുന്നത് ഒരു പൊന്നാപുരം കോട്ടയാണല്ലോ. അപ്പോൾ ഈ പൊന്നാപുരം കോട്ടയിൽ ഈ കോട്ട കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള അമരക്കാരനാണ് DCC പ്രസിഡന്റ്. ആ DCC പ്രസിഡന്റ് ഒരു മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മത്സരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളിടത്തുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ, അതോ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതെല്ലാം നിയന്ത്രിക്കാൻ പോകുമോ? ഒരു DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒറ്റക്കുള്ള പ്രവർത്തനം കൊണ്ടല്ല ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ്. ഞങ്ങളുടെ MP-മാർ, ഞങ്ങളുടെ MLA-മാർ, ഞങ്ങളുടെ പാർട്ടിയുടെ വിവിധ തലത്തിലുള്ള നേതാക്കന്മാർ, ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റുമാർ വരെ അവരെത്ര ശ്രമകരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അവർ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നത്. അവരിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു DC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഒരാൾ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് വേറെ 100 കണക്കിന് നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വലിയ വിജയം ഈ 14 സീറ്റിലും ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 5 സീറ്റുകൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കും. ഞങ്ങളുടെ കയ്യിലുള്ള 9 ഞങ്ങൾ ഉറപ്പിക്കും. ഇത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഈ സീറ്റ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി UDFന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 14 പേരും കൈപൊക്കാൻ UDFൻ്റെ 14 MLA-മാർ ഞങ്ങളുടെ ജില്ലയിൽ നിന്നുണ്ടാകും. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി, ദീപ്തി മേരി വർഗീസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതുകൂടാണ്ട് പെരുമ്പാവൂർ ഒരു ബേസിൽ പോൾ കൂടി പോയിട്ടുണ്ടായിരുന്നു. അത് വേറെ ലെവലിലേക്ക് മാറിപ്പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില ചോർച്ചകളും വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഈ പോളിംഗ് ഡേറ്റിന് മുമ്പ് തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് 100% എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മളെല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്നതല്ല. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വലിയ അപശബ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപശബ്ദങ്ങൾ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുണ്ടായ അപശബ്ദങ്ങളൊക്കെ എങ്ങനെയാണ്, എവിടെ നിന്നാണ് വന്നത്? അതിൻ്റെ ഏറ്റവും അവസാനത്തെ റിസൾട്ട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്താണ് നടന്നത്? കേരളത്തിലെ ജനങ്ങളെല്ലാവരും കണ്ടവരല്ലേ. ഏതായാലും കോട്ട കാക്കാൻ മുഹമ്മദ് ഷിയാസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നഷ്ടപ്പെട്ട കോട്ട തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് മുഹമ്മദ് ഷിയാസിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അതിന് കച്ച കിട്ടി ഇറങ്ങിയിരിക്കുകയാണ് UDFും കോൺഗ്രസും. വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച G. സുധാകരനെതിരെ KUWJ, കേരള പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും പ്രസ് ക്ലബ്ബും പ്രതിഷേധിച്ചു. G. സുധാകരന്റേത് പൊതുപ്രവർത്തകന് ചേരാത്ത ഇടപെടലെന്ന് KUWJ.
അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അശ്വിൻ, തീർച്ചയായും പ്രതിഷേധാർഹമായൊരു പ്രതികരണം തന്നെയാണ് ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്താണ് KUWJയുടെ പ്രതികരണം? അമൃത, ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനെ കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകനോട് താനും തന്റെ ഭാര്യയുമാണോ സർക്കാർ എന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ മറു ചോദ്യം. ഒപ്പം അതിന് പിന്നാലെ പല അധിക്ഷേപകരമായ പരാമർശങ്ങളും കുടുംബത്തിനെതിരെ അദ്ദേഹം നടത്തുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരണം തേടി വീട്ടിലെത്തിയ വനിതാ മാധ്യമ പ്രവർത്തക തന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ എത്തി എന്നുള്ളതായിരുന്നു ജി സുധാകരൻ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചത്. അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ അധിക്ഷേപകരവും ഭീഷണി നിറഞ്ഞതുമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്നലെ ജി സുധാകരൻ നടത്തിയത്. ഇതിലാണ് KUWJ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും ആലപ്പുഴ പ്രസ് ക്ലബ്ബും പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജി സുധാകരൻ ഇത് നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടി തന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി തെറ്റാണെന്നും അത് തിരുത്തണമെന്നും ജി സുധാകരനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്ന് പ്രതിഷേധം നേരിട്ടറിയിക്കാൻ കൂടിയാണ് KUWJയുടെ തീരുമാനം. ഇന്ന് അദ്ദേഹം നോമിനേഷൻ കൂടി കൊടുക്കുന്ന ദിവസമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മാധ്യമപ്രവർത്തനത്തിന്റെ സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തിനെതിരായ ഭീഷണി കൂടിയാണ് എന്ന് KUWJ ഓർമ്മിപ്പിക്കുകയാണ്. അമൃത. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നലെ ഒരു പതിവില്ലാത്ത തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി, ജി സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായി. കുറേ നേരത്തെ വാക്കുതർക്കവും ഉണ്ടായിരുന്നു. പലയിടത്തു നിന്നും അത് ശരിയായില്ല എന്ന പ്രതികരണം വന്നതിന് പിന്നാലെ ഇപ്പോൾ KUWJയുടെയും പ്രസ് ക്ലബിന്റെയും ഒക്കെ പ്രതിഷേധം സൂചിപ്പിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വികസനം ചർച്ചയാകുമെന്ന് പേരാവൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ 24-നോട്. നിലവിലുള്ളതിലും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കാസർഗോഡ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഇടത്താണെന്നും ഉമ്മൻചാണ്ടി സർക്കാരാണ് സ്ഥലം കണ്ടെത്തി തറക്കല്ലിട്ടതെന്നും KK ശൈലജ 24-നോട്. ശൈലജ ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, എങ്ങനെയാണ് ആത്മവിശ്വാസം? സണ്ണി ജോസഫാണ് എതിരാളി. അതെ, ഇവിടെ എൻ്റെ നാടാണിത്. ജനങ്ങളെല്ലാം എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് LDF. ഇവിടെ പേരാവൂർ നിയോജക മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. മുൻപും ടീച്ചർ ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. അന്ന് നിസാര വോട്ടുകൾക്കാണ് ഇവിടുന്ന് പരാജയം ഏറ്റുവാങ്ങിയത്. 2016 2021 കഷ്ടിച്ചാണ് സണ്ണി ജോസഫ് തന്നെ ഈ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. LDFന്റെ വോട്ടിംഗ് ശതമാനം പേരാവൂർ മണ്ഡലത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ടോ? അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയുണ്ട്. അതിൻ്റെ ഭാഗമായി നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ സൗകര്യങ്ങളും ഒട്ടേറെ ആനുകൂല്യങ്ങളുമുണ്ട്. അപ്പം പെൻഷൻ്റെ കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ള വർധനവുണ്ട്. ചില വൻകിട പദ്ധതികളുണ്ട്. അതെല്ലാം ഈ കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തറക്കല്ലിട്ടു. പിന്നീട് പിണറായി വിജയൻ സർക്കാർ പുതിയ കെട്ടിടങ്ങളൊക്കെ അനുവദിച്ചു. കിഫ്ബിയിൽ 100 കോടിയിലധികം രൂപ ഈ മെഡിക്കൽ കോളേജിനായി ചെലവഴിച്ചു. പക്ഷേ ഇപ്പോഴും കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് അതൊരു പിന്നാക്കാവസ്ഥ തന്നെയാണ്. അതെന്താണ് കാസർഗോഡിനോട് പൊതുവെ ഒരു അവഗണന? കാസർഗോഡിനോട് അവഗണനയല്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ പറയുമ്പം കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ആ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥലം വളരെ കാസർഗോഡ് ജില്ലക്ക് മൊത്തത്തിൽ ഉപകരിക്കാൻ കഴിയാത്ത വിധം അകലെയായി പോയി എന്നൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ആ സ്ഥലത്ത് അതിൻ്റെ ആരംഭം കുറിച്ചിരുന്നു. അത് പിന്നെ മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. പുതുതായിട്ട് തുടങ്ങുന്നതാണെങ്കിൽ കുറച്ചും കൂടി സെൻട്രൽ എല്ലാവർക്കും ഉപകാരമുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാമായിരുന്നു. പക്ഷേ അവിടെ ഒരു തറക്കല്ലിട്ട ഒരു സ്ഥലം ഞങ്ങളായിട്ട് മാറ്റേണ്ടതില്ല എന്ന് കരുതിയാണ്. വേറൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് 100 കോടിയിലേറെ രൂപ ചെലവഴിച്ച് ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ ആയിട്ടുണ്ട്. LDFന്റെ പേരാവൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി KK ശൈലജ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ KPCC അധ്യക്ഷനെ തന്നെ അട്ടിമറിച്ച് ഇവിടുന്ന് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. അരുൺ പാറക്കൽ, 24 കണ്ണൂർ. ജനാധിപത്യത്തിന്റെ മനോഹാരിത കൂടുതലുള്ള പാർട്ടികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗുമെന്ന് വേങ്ങര മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ഷാജി. വേങ്ങരയിൽ മത്സരിക്കണമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് പറഞ്ഞതെന്ന് KM ഷാജി 24-നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിനിടയിൽ നടക്കുന്ന ട്വിസ്റ്റുകൾക്ക് മാറ്റമൊന്നുമില്ല. അത്തരത്തിലൊരു ട്വിസ്റ്റായിരുന്നു KM ഷാജിയുടെ വേങ്ങരയിലേക്കുള്ള ചുവട് മാറ്റം. അല്ലേ, ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നില്ലേ? അപ്രതീക്ഷിതമായിരുന്നു തീർച്ചയായിട്ടും. ഞാൻ വേറെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പോകാമെന്നുള്ള നിലക്ക് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലി സാഹിബും പറഞ്ഞു ഇവിടെ വേങ്ങരയിലേക്ക് വരണം, മത്സരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവർ പറയണതാണല്ലോ നമ്മൾ. ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ കോൺഗ്രസിലൊക്കെ ഉടലെടുത്തിരുന്നു. അത് വിജയത്തെ ബാധിക്കുന്നു വരുന്നുണ്ടോ? 100 സീറ്റ് എന്നൊക്കെ ഇപ്പോഴും ഭിന്നവലിറ്റി പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? CPM നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയും ആ പാർട്ടിയുടെ രീതിയും UDFന്റെ രീതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞങ്ങളൊരു ജനാധിപത്യ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു ജനാധിപത്യത്തിൻ്റെ എല്ലാ
പരമാവധി സാധ്യതകൾ ഉപയോഗിക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്കുള്ള പ്രശ്നം അതിനകത്തുണ്ട്. അവർക്കൊക്കെ ഹൈഡ് ചെയ്ത കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ നിങ്ങൾക്ക് വിസിബിളാണ്. അത് സുധാകരൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ വളരെ പബ്ലിക്കാണ്. മറ്റത് ഒരു ഡിക്റ്റേറ്റർ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായിട്ട് അത് അവസാനം മറ്റേ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കണമാതിരി പൊട്ടിത്തെറിക്കുമ്പോഴേ ഞങ്ങൾ പത്രക്കാർ പോലും അറിയുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അങ്ങനെ പ്രഷറില്ല, അതുകൊണ്ട് പൊട്ടിത്തെറി ഉണ്ടാവില്ല. എന്തും പറയാം, ആരോടും എന്തും പറയാം. അതാണ് അതൊരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സമ്മോഹനമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ രീതി ഞങ്ങളിലൊക്കെ ഉണ്ട്. അത് കോൺഗ്രസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മുസ്ലിം ലീഗിൽ കുറവായിരിക്കാം. പക്ഷേ CPM പോലെ ഒരു ഡിക്റ്റേറ്റർ രീതി ഞങ്ങൾക്ക് ആർക്കുമില്ല, വശവുമില്ല. പറഞ്ഞതുപോലെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു മന്ത്രിയോടാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ഷാജിനോടായിരിക്കും. എന്തായാലും വിജയാശംസകൾ. എം ഷാജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ മണ്ഡലത്തിലേക്ക് എത്തുകയും റോഡ് ഷോകളുമൊക്കെയായി സജീവമാവുകയും കഴിഞ്ഞു. ഇന്നിപ്പോൾ പെരുന്നാളാണ്, പെരുന്നാൾ കഴിഞ്ഞാൽ കൂടുതൽ സജീവമാവുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഇനി നമ്മൾ പോകുന്നത് തെരഞ്ഞെടുപ്പിലെ കന്നി പോരാട്ടക്കാരുടെ വിശേഷങ്ങളിലേക്കാണ്. കാണാം മീനച്ചൂടിൽ കന്നിക്കാർ. കന്നി വിജയമുറപ്പെന്ന് കൽപ്പറ്റ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PK അനിൽകുമാർ. തർക്കങ്ങളില്ലാതെയാണ് RJD നേതൃത്വം PK അനിൽകുമാറിലേക്ക് എത്തിയത്. നിലവിൽ RJD സംസ്ഥാന കമ്മിറ്റി അംഗവും തോട്ടം തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമാണ് PK അനിൽകുമാർ. 2015 മുതൽ 2020 വരെ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച പരിചയം. തിരഞ്ഞെടുപ്പിൽ PK അനിൽകുമാറിന് വിജയപ്രതീക്ഷ വാനോളം. സർക്കാർ ടൗൺഷിപ്പ് ഉൾപ്പെടുന്ന കൽപ്പറ്റ മണ്ഡലത്തിലെ ജനങ്ങൾ LDFനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പെന്ന് അനിൽകുമാർ. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്തതല്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യേണ്ട മാതൃകാപരമായ പദ്ധതി നടപ്പിലാക്കിയതാണ്. വികസനം എന്ന് പറഞ്ഞ രണ്ടാമത് തുരങ്കപാത നടപ്പിലാക്കിയല്ലോ. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ചുരം എന്നുള്ള പ്രശ്നം അതിന് ശാശ്വത പരിഹാരമാണ്. തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചതിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണപരിചയവും ഉൾപ്പെടെയുള്ള അനുഭവ സമ്പത്തുമായാണ് PK അനിൽകുമാർ ജനവിധി തേടുന്നത്. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ഇനി കായിക വാർത്തകളിലേക്ക്. ISLൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുകയാണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് FC ആണ് എതിരാളികൾ. ഈസ്റ്റ് ബംഗാളിനെതിരായ ജയത്തോളം പോകുന്ന സമനിലയ്ക്ക് ശേഷം ശരിക്കും ജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിൽ. 92-ാം മിനിറ്റിലെ മുഹമ്മദ് അജ്സലിന്റെ ഗോളായിരുന്നു തുടർച്ചയായ 5ാം തോൽവി ഒഴിവാക്കി ബ്ലാസ്റ്റേഴ്സിന് ആദ്യ പോയിന്റ് സമ്മാനിച്ചത്. ആദ്യ 4 മത്സരങ്ങളിലേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു ഈസ്റ്റ് ബംഗാളിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ. ആ ഓളത്തിൽ ഹോം ഗ്രൗണ്ടിൽ പഞ്ചാബിനെ മലർത്തിയടിക്കാമെന്നാണ് ഡേവിഡ് കറ്റാലയുടെയും സംഘത്തിന്റെയും പ്രതീക്ഷ. 14 ടീമുകളുള്ള ലീഗിൽ 5 കളിയിൽ ഒറ്റ പോയിന്റ് മാത്രമുള്ള കൊമ്പന്മാർ പോയിന്റ് പട്ടികയിൽ 13ാം സ്ഥാനത്താണ്. കപ്പടിക്കലും കലിപ്പടക്കലുമെല്ലാം മാറ്റിവെച്ച് തരം താഴ്ത്തലെന്ന വലിയ നാണക്കേട് ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള പോരാട്ടങ്ങളെല്ലാം. അതേസമയം 4 കളിയിൽ 5 പോയിന്റുമായി 10ാം സ്ഥാനത്താണ് പഞ്ചാബ് FC. നേർക്കുനേർ കണക്കിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ 2-1 ലീഡുണ്ടെന്നതും പഞ്ചാബിന് മാനസിക മുൻതൂക്കം നൽകുന്നു. സ്പോർട്സ് ഡെസ്ക് 24. IPLന് ഇനി 7 നാൾ. ടീമിൽ വമ്പൻ അഴിച്ചുപണികൾ നടത്തി 4ാം കിരീടം ലക്ഷ്യമിട്ടാണ് മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ ഇറങ്ങുന്നത്. KKRന്റെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കാം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. IPL 19ാം സീസണിന് മുന്നോടിയായി നടന്ന മിനി താരലേലത്തിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എത്തിയത് 64.3 കോടി രൂപയുമായാണ്. ലേലത്തിൽ പണം വാരിയെറിഞ്ഞ KKR ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീനെ 25.2 കോടിക്കും, ശ്രീലങ്കൻ പേസർ മദീഷ പതിരാനിയെ 18 കോടിക്കും, ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ 9 കോടിക്കും ടീമിലെത്തിച്ചു. ലേലം കഴിഞ്ഞപ്പോൾ കടലൈസിൽ തരക്കേടില്ലാത്ത സ്ക്വാഡിനെ സൃഷ്ടിച്ച കൊൽക്കത്തയ്ക്ക് പക്ഷേ ലീഗ് തുടങ്ങുമ്പോൾ ആശങ്കകൾ ഏറെയാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കേണ്ടി വന്നതായിരുന്നു ഇതിൽ ആദ്യത്തേത്. ഇപ്പോൾ പരുക്കും താരങ്ങളുടെ ഫോം ഔട്ടും 4ാം കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന KKRന് തലവേദനയാവുകയാണ്. ലോകകപ്പിൽ തകർത്തടിച്ച ന്യൂസിലാൻഡ് ഓപ്പണർമാരായ ഫിന്നലൻ, ടിം സെഫേർട്ട് എന്നിവരായിരിക്കും KKRന്റെയും ഇന്നിംഗ്സ് തുടങ്ങി വെക്കുക. ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ, കാമറൂൺ ഗ്രീൻ, രജിൻ രവീന്ദ്ര, റിങ്കു സിംഗ്, അൻഗ്രേഷ് രഘുവംശി, മനീഷ് പാണ്ഡെ, റോമൻ പവൽ, രമൺദീപ് സിംഗ് എന്നിവരാണ് ബാറ്റിംഗ് നിരയിലെ മറ്റ് പ്രധാനികൾ. എന്നാൽ ഇവരുടെയൊക്കെ ഫോം വലിയ പ്രശ്നമാണ്. പൊന്നും വില കൊടുത്തു വാങ്ങിയ കാമറൂൺ ഗ്രീൻ
ലോകകപ്പിൽ വൻ പരാജയമായി. 3 ഇന്നിംഗ്സിൽ നിന്ന് നേടാനായത് വെറും 24 റൺസാണ്. 5 കളിയിൽ നിന്ന് 24 റൺസ് എടുത്ത ഇന്ത്യൻ ബാറ്റർ റിങ്കു സിംഗും ലോകകപ്പിൽ ബാറ്റ് കൊണ്ടൊന്നും സംഭാവന ചെയ്യാതെയാണ് വരുന്നത്. പഴയ പടക്കുതിരകളായ അജിൻക്യ രഹാനെ, മനീഷ് പാണ്ഡെ, രാഹുൽ ത്രിപാഠി എന്നിവർക്കും എത്രത്തോളം തിളങ്ങാനാവുമെന്ന് കണ്ടറിയണം. ലേലം കഴിഞ്ഞപ്പോൾ മദീഷ പദ്രാന, മുസ്തഫിസുർ റഹ്മാൻ, ഹർഷിദ് റാണ എന്നിവരടങ്ങിയ മികച്ച പേസ് യൂണിറ്റ് ഉണ്ടായിരുന്നതാണ് KKRന്. മുസ്തഫിസുറിനെ പുറത്താക്കിയപ്പോൾ പദ്രാനയ്ക്കും ഹർഷിദ് റാണയ്ക്കും പണിയായത് പരുക്കാണ്. മുസ്തഫിസുറിന് പകരം ലോകകപ്പിൽ തിളങ്ങിയ സിംബാബ്വേയുടെ ബ്ലസ്സിംഗ് മുസറബാനിയാണ് KKR ടീമിലെത്തിച്ചിരിക്കുന്നത്. ആകാശ് ദീപ്, വൈഭവ് അറോറ, ഉമ്രാൻ മാലിക് എന്നിവർ വേണം ഇനി KKR ബൗളിംഗ് നിരയെ നയിക്കാൻ. സ്പിന്നറിയിൽ മറ്റാർക്കുമില്ലാത്ത ലക്ഷറിയുണ്ട് കൊൽക്കത്തയ്ക്ക്. മിസ്റ്ററി സ്പിന്നർമാരായ സുനിൽ നരയനും വരുൺ ചക്രവർത്തിയും. എന്നാൽ വരുണിന്റെ ഫോമിനെ കുറിച്ചും ഇപ്പോൾ വലിയ ആശങ്കയാണ്. നമ്മൾ ഇനി ഒരു ചെറിയ ആശങ്ക വരുന്ന വാർത്തയാണ്. രാജ്യത്ത് സാധാരണ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമോ എന്നും ആശങ്ക. ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം സാധാരണ നിലയിലായില്ലെങ്കിൽ സാധാരണ പെട്രോളിനും വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് സൂചന. അതേസമയം LPG ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ നടപടി ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വിനീത വിജി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം പ്രീമിയം പെട്രോളിന് വില വർദ്ധിപ്പിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കടക്കുകയുണ്ടായി. പക്ഷെ അപ്പോഴും സാധാരണ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിരുന്നു. പക്ഷേ സ്ഥിതിഗതികൾ മാറുകയാണോ? വെരി ഗുഡ് മോർണിംഗ് അമൃത ആൻഡ് ഗോകുൽ. അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലൊരു പ്രതിസന്ധി തുടർന്നാൽ ആ പ്രതിസന്ധി നേരിടുന്നതിനുള്ള എല്ലാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി തുടർന്നാൽ ഒരു വില വർധനവ് ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ മറ്റ് നടപടിക്രമങ്ങൾ കൂടി കേന്ദ്രം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി നേരിടാൻ ഇടപെടൽ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ രാജ്യത്തെ ഊർജ്ജ മേഖലയെ ഡേറ്റ രാജ്യസുരക്ഷാ വിഷയമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഈ ഗ്യാസ് വിതരണക്കാർ, പൈപ്പ് ലൈൻ ഓപ്പറേറ്റർമാർ, പ്രകൃതിവാതക ഇറക്കുമതിക്കാർ തുടങ്ങിയവർ എല്ലാ ദിവസവും സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കൈമാറണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് എണ്ണ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ ഉൽപ്പാദനം, ഇറക്കുമതി, നിലവിലുള്ള സ്റ്റോക്ക് നില എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കേന്ദ്രീകൃത തത്സമയ വിവര സംവിധാനം എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വിതരണ ശൃംഖലകൾ നിരീക്ഷിക്കാനും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊണ്ടുള്ള ഒരു ഇടപെടലുകൾ നടത്തുക എന്നതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്കടക്കം എത്തിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ പല മേഖലകളിലും പ്രതിസന്ധി നിലനിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അനുസ്മൃതമായി അത് പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു വരുന്നു. ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പിന്നാലെ ചെറിയ തോതിലൊക്കെയുള്ള ഒരു ഇറക്കുമതിയൊക്കെ ലക്ഷ്യം വെച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ പ്രതിസന്ധിയോ ഷോർട്ടേജോ ഉണ്ടാവുകയാണ് എങ്കിൽ നിലവിലുള്ള ഒരു വില വർധനവിലേക്കടക്കം പോകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുന്നത്. ശരി, വിനീത വിജിയാണ് ആ വിവരങ്ങൾ പങ്കുവച്ച ഡൽഹിയിൽ നിന്ന്. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഈ പ്രീമിയം പെട്രോളിന് 2 മുതൽ 2 രൂപ 21 പൈസ വരെയാണ് ഇന്നലെ കൂടിയത്. അപ്പോൾ പറഞ്ഞത് പമ്പുകളിൽ പോകുമ്പോൾ പ്രീമിയം അല്ല എന്ന് ഉറപ്പുവരുത്തി വില കുറഞ്ഞ പെട്രോൾ അടിക്കാനാണ്. അത് നടക്കില്ല എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. മാലദ്വീപിലെ സ്പീഡ് ബോട്ട് അപകടത്തിൽ കാണാതായ ഇന്ത്യൻ റാലി ഡ്രൈവിംഗ് ഇതിഹാസം ഹരി സിംഗിനെ കണ്ടെത്താനായി തിരച്ചിൽ പുനരാരംഭിച്ചു. അപകടത്തിൽ കാണാതായ മറ്റൊരു ഇന്ത്യൻ പൗരന് വേണ്ടിയും തിരച്ചിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് ഹരി സിംഗ് ഉൾപ്പെടെ 7 പേർ സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടത്. പരിക്കുകളോടെ രക്ഷപ്പെട്ട റെയ്മണ്ട് ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം സിംഘാനിയ മുംബൈയിൽ ചികിത്സയിലാണ്. ഹരി സിംഗിനെ കണ്ടെത്താൻ ഇന്ത്യൻ നാവികസേനയും മാലദ്വീപ് ദേശീയ സുരക്ഷാ ഫോഴ്സിനെ സഹായിക്കും. തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിപണിയിൽ 2 കോടിയോളം രൂപ വില വരുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് പിടികൂടി. സിംഗപ്പൂരിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ജിബിൻ ജേബി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ഈ ഹൈബ്രിഡ് കഞ്ചാവും ഹൈഡ്രോപോണിക് കഞ്ചാവും ഒക്കെ കേരളത്തിലേക്ക് വ്യാപകമായി ഇപ്പോൾ ഒഴുകുന്നുണ്ട്. ഇതാരാണ് പിടിയിലായവർ? ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് അമൃത. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത്. സിംഗപ്പൂർ സ്വദേശികളുടെ കയ്യിൽ നിന്നാണ് 2 കോടിയോളം രൂപ വില വരുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ലിബിൻ ദാസിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗേജിൽ നിന്നാണ് ഇത്തരത്തിൽ ഹൈഡ്രോപോണിക് കഞ്ചാവ് പിടികൂടിയത്. തുടർന്ന് ഇയാളെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സമയത്താണ് കൂടെയുണ്ടായിരുന്ന മറ്റൊരു സഹയാത്രികന് കൂടി ഇതിൽ പങ്കുള്ളതായുള്ള വിവരം കസ്റ്റംസിൽ ലഭിക്കുന്നത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള ആനന്ദ് ജയപ്രകാശ് എന്നയാളാണ് സിംഗപ്പൂരിൽ നിന്ന് ഈ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതായി ഇപ്പോൾ ലിബിൻ ദാസ് പോലീസ്
പോലീസ് കസ്റ്റംസിന് മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ കസ്റ്റംസ് അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലിബിൻ ദാസിനെ ചോദ്യം ചെയ്തതെന്ന് കസ്റ്റംസ് മനസ്സിലാക്കുന്നത് ആനന്ദ് ജയപ്രകാശാണ് ബാങ്കോക്കിൽ നിന്ന് ഈ 1.89 കോടി രൂപ വില വരുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. ഇത് ആനന്ദിനെ കസ്റ്റംസ് നിരീക്ഷിക്കുന്നുണ്ടതായി ആനന്ദ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ബാഗേജ് വിമാനത്താവളത്തിന് എത്തിയ ശേഷം അവിടെ നിന്ന് ലിബിൻ ദാസിനോട് കൈവശപ്പെടുത്താൻ ആവശ്യപ്പെട്ടത്. തുടർന്നാണ് ലിബിൻ ദാസ് ഈ ബാഗേജ് തന്റേതാണെന്ന തരത്തിൽ എടുക്കുകയും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഈ സമയത്താണ് കസ്റ്റംസ് നടത്തിയ പരിശോധന ലിബിൻ ദാസിനെ ഹൈഡ്രോപോണിക് കഞ്ചാവോടുകൂടി പിടികൂടുകയും കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. എന്തായാലും ലിബിൻ ദാസ് ഇപ്പോൾ നിലവിൽ കസ്റ്റംസിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. ഗൂഗിൾ ശരി, ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാൻ വന്നവനാണ് പിടിയിലായത്. പക്ഷേ കൊണ്ടുവന്ന ആളെ കൂടി കസ്റ്റംസിന് നന്നായി അറിയാം, നിരീക്ഷണത്തിലായിരുന്നു. ആർടെമിസ് 2 ചാന്ദ്ര ദൗത്യത്തിനായി നാസയുടെ SLS റോക്കറ്റ് വീണ്ടും വിക്ഷേപണത്തറയിലെത്തിച്ചു. സാങ്കേതിക തകരാർ പരിഹരിച്ച് റോക്കറ്റിനെ തിരികെ വിക്ഷേപണത്തറയിൽ ഘടിപ്പിച്ചു. ഏപ്രിൽ 1 വിക്ഷേപണം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാസ ശാസ്ത്രജ്ഞർ. 4 ബഹിരാകാശ സഞ്ചാരികളെ വഹിക്കുന്ന ഓറിയോൺ പേടകവും റോക്കറ്റിൽ ഘടിപ്പിച്ചു. വാഹനാപകടങ്ങൾ പെരുകുന്ന കാലത്ത് കുട്ടികൾക്ക് ഗതാഗത നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു മിനി ഹൈവേ ആയാലോ? അതും ഒരു സ്കൂളിൽ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ പരിശീലനം. വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ട്രാഫിക് പോലീസുമെല്ലാം ഈ ലൈവ് ഡെമോയിലുണ്ട്. കാണാം. ഇവന്റെ കയ്യിലൊരു സാധനം ഉണ്ടല്ലോ, അതെന്താ? സ്റ്റോപ്പ് എന്ന് പറഞ്ഞാ ഓടണം എന്നാ, നിർത്തണം. അപ്പൊ ഇനി നമ്മളെ പാർക്കില് ഈ പോലീസുകാരൻ, നയാൻ പോലീസുകാരൻ സ്റ്റോപ്പ് പറയുമ്പോ മക്കളെ വണ്ടിയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ക്ലാസ് മുറിക്ക് പുറത്തൊരു മിനി ഹൈവേ. ട്രാഫിക് നിയമങ്ങൾ മനഃപ്പാഠമാക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യം. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ റോഡ് സുരക്ഷയുള്ള ഒരു അവബോധമുള്ള കുഞ്ഞുങ്ങളായി വളരണം. നമ്മളെ റോഡ് എപ്പോഴും അപകടം ഉണ്ടാകുന്നതാണല്ലോ. അപ്പൊ മക്കൾക്ക് ചെറുപ്പത്തിൽ ശീലം ഉണ്ടായാൽ മുതിർന്നവരാണ് നിയമം ലംഘിക്കുന്നത്. കുട്ടികൾ കളിമുറ്റത്തിലൂടെ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവർ ജീവിതത്തിൽ എന്ത് ചെയ്യും, പ്രാവർത്തികമാക്കും. അപ്പോൾ റോഡ് സുരക്ഷയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി തുടങ്ങിയത്. പാഠപുസ്തകത്തിലെ ഈ കാര്യങ്ങൾ നമ്മൾ ലൈവായി കാണിച്ചു കൊടുക്കുമ്പോൾ അവരെ മനസ്സിൽ പതിയും. പ്രത്യേകിച്ച് കളിച്ചു പഠിക്കണം. ചെറിയ വണ്ടികളും സ്കൂട്ടർ, കാർ, ഇങ്ങനെ പലതുണ്ട്. എങ്ങനെ റോഡ് മുറിച്ചു കിടക്കണം, എങ്ങനെ വാഹനങ്ങൾ കടന്നു പോകണം, ട്രാഫിക് നിയമങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ മിനി ഹൈവേയിലൂടെ മനസ്സിലാക്കാനാകും. നമ്മളെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് ഈ പാർക്ക് ഉപകാരമായി. ഇതിലൂടെ നമ്മളെ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കാര്യത്തിനേക്കാൾ കളിയിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റി. ഇത് ഞങ്ങളിൽ വലിയൊരു അനുഭവമായിരുന്നു. അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും പ്രത്യേക താല്പര്യത്തിലാണ് സ്കൂളിൽ മിനി ഹൈവേ ഒരുക്കിയത്. സംഗതി കളിയാണ്, പക്ഷെ ഈ കളിയിലൂടെ അവർ പഠിച്ചെടുക്കുന്നത് ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഉപകാരപ്പെടുന്ന റോഡിലെ പാഠങ്ങളാണ്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും മാതൃകയാണ് ഈ എളമ്പുലാശ്ശേരി മോഡൽ. മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. അപ്പോൾ എളമ്പുലാശ്ശേരി സ്കൂളിലെ ആ നല്ല മാതൃകയ്ക്ക് അഭിനന്ദനങ്ങൾ. ഈ നല്ല വിശേഷത്തോടെ വാർത്തയോടുകൂടി ഇന്നത്തെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രേക്ഷകർ 24-നൊപ്പം തന്നെ ചേരുക. ഇനി വെരി ഗുഡ് മോർണിംഗ് കാണാം. സ്മിത ഹരിദാസും പ്രവീത ലക്ഷ്മിയും ചേരും. നമസ്കാരം.